കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രിയ ഷൈജം ബ്രദർ ഓർപ്പിച്ചതുപോലെ ഇന്ന് 5-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് ഈ യോഹന്നാൻ സുവിശേഷത്തിലെ കീ വേർഡ്സ് അഥവാ താക്കോൽ വാക്കുകളെ കുറിച്ചുള്ള പഠനമാണ്. അത് നമ്മൾ ഈ വാക്കുകൾ ഇപ്പോൾ ഒന്ന് പരാമർശിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ സുവിശേഷത്തിൻ്റെ ഉള്ളിലെ വിശദമായ പഠനത്തിൽ നമ്മൾക്കത് കൂടുതൽ വിശദമായിട്ട് പഠിക്കാനായിട്ട്, അധികം വിശദീകരിച്ചല്ലെങ്കിലും നമ്മൾക്കത് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ സുവിശേഷത്തിലെ സവൻ ഓർപ്പിച്ചു പഠിച്ച 3 വാക്കുകൾ. 1 വചനം, 2 വീണ്ടും ജനനം, 3-ാമത്തത് ഞാൻ ആകുന്നു എന്നുള്ള കർത്താവിൻ്റെ ക്ലെയിം അഥവാ അവകാശ പ്രഖ്യാപനങ്ങൾ. അതാണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. 7 ഞാനാകുന്നു എന്നുള്ള പ്രയോഗം കർത്താവ് 7 പ്രാവശ്യം ഈ സുവിശേഷത്തിൽ 7 പ്രാവശ്യം പറയുന്നുണ്ട്. അതിൽ തന്നെ 7 വചനങ്ങളാണ് നമ്മൾ നോക്കിയതെങ്കിലും ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 ഞാനാകുന്നുമുണ്ട്. ഞാൻ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്ന് പറയുമ്പോൾ 2 ഞാനാകുന്നുമുണ്ട്, അല്ലേ? ഞാൻ പുനരുദ്ധാനമാണ് ആകുന്നു, 2 ഞാൻ ജീവനാകും, അല്ലേ? വഴിയും സത്യവും ജീവനും ആകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യമാകുന്നു, ഞാൻ ജീവനാകും. ഇതെല്ലാം വേർതിരിച്ചാണ് നമ്മൾ പഠിക്കുവാൻ ആവശ്യമുള്ളത്. ഇനി മറ്റൊരു വാക്ക്, ഈ സുവിശേഷത്തിലെ അതിപ്രധാനമായ മറ്റൊരു വാക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ്. 1-ാം അധ്യായം മുതൽ നമ്മൾ തുടർന്ന് പഠിക്കുമ്പോൾ ആവർത്തിച്ച് വരുന്ന ഒരു വാക്കാണ് വിശ്വസിക്കുക. മലയാളത്തിൽ ഈ വിശ്വാസം, വിശ്വസിക്കുക എന്നുള്ളതിന് ഒരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരല്പം കൂടെ വ്യത്യാസമാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ 2 വാക്കുകളുണ്ട്. ബിലീവിങ്, ബിലീവ്, വിശ്വസിക്കുക. മറ്റൊരു വാക്ക് ഫെയ്ത്ത് എന്നുള്ളതാണ്. ഫെയ്ത്ത്, വിശ്വാസം. ഇത് രണ്ടും മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന വിശ്വാസം എന്നുള്ള വാക്കാണ്. ഏതൊക്കെയാ? ബിലീവ് എന്നുള്ള വാക്കും ഫെയ്ത്ത് എന്നുള്ള വാക്കും മലയാളത്തിൽ വിവർത്തനം ചെയ്തിരിക്കുന്നത് വിശ്വാസം എന്നുള്ള അർത്ഥത്തിലാണ്. ഒന്ന്, അതിൽ വിശ്വസിക്കുക എന്നുള്ളത് ക്രിയാപരമായിട്ടുള്ള കാര്യമാണ്, വെർബാണ്, ക്രിയാപരമാണ്. വിശ്വാസം എന്നുള്ളത് നൗണാണ്, നാമശബ്ദമാണ്, നാമമാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനിയും മറ്റൊരു പ്രധാന വ്യത്യാസം ഈ വാക്കുകളെ സംബന്ധിച്ച്, നമ്മൾ ഒന്നിൽ അർപ്പിക്കുന്ന ആശ്രയമാണ് വിശ്വസിക്കുക എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം, അത് മനസ്സിലാക്കണം. അത് ക്രിയാപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒന്നിൽ അർപ്പിക്കുന്ന ആശ്രയമാണ്. ഇപ്പോൾ ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ, നമ്മളൊരു തടിപ്പാലത്തിലൂടെ ഒരു തോടോ അല്ലെങ്കിൽ ഒരു കൊച്ചരുവിയോ ഒരു തടിപ്പാലത്തിലൂടെ നമ്മൾ അക്കരയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും പാലമാകട്ടെ, നമ്മൾ ആ പാലത്തിൽ അർപ്പിക്കുന്ന ആശ്രയം ഒടിഞ്ഞു പോവുകയില്ല, ഇത് മുറിഞ്ഞു പോവുകയില്ല. ഇന്നത്തെ നമ്മുടെ കച്ചവടമൊക്കെ നമുക്കറിയാമല്ലോ, ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ പുളി. അപ്പം നമ്മൾ എന്തായാലും ശരി തന്നെ, നമ്മൾ അതിൽ കയറുന്നതിന് മുമ്പ്, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും കാറിൽ യാത്ര ചെയ്യും, എപ്പോഴും നമ്മൾ അതിൽ അർപ്പിക്കുന്ന ഒരു ആശ്രയത്വമുണ്ട്, റിലയൻസ്. ആ ആശ്രയത്വം, അതാണ് ക്രിയാപരമായ വിശ്വാസം എന്ന് പറയുന്നത്. ഇത്തിരി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന.
എന്നാൽ അതിൻ്റെ നൗണിൽ വരുമ്പോൾ, നാമശബ്ദത്തിൽ വരുമ്പോൾ, മറ്റൊരു മറ്റൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇപ്പൊ രാവിലെ എനിക്ക് എൻ്റെ ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുതരുന്നു, ഇല്ലേ? ആ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുന്ന ഉടനെ ഞാനൊരു ഡോക്ടറെ വിളിച്ച് ഇതിനകത്ത് വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാണോ കഴിക്കുന്നത്? അല്ല. എന്ത് ചെയ്യുക? ഞാൻ എൻ്റെ ഭാര്യയെ വിശ്വസിക്കുകയാണ്. അത് ആശ്രയത്വമാണ്, അല്ലേ? അതാണ് ഈ വിശ്വസിക്കുക, ബിലീഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ, വിശ്വാസം എന്ന് പറയുമ്പോൾ അതൊരു സംഹിതയാണ്. മനസ്സിലായോ? ഇത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രമാണമാണ്, ഒരു സംഹിതയാണ്. അപ്പം നമ്മളിപ്പം ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് സഭയിലാണ്? അപ്പം നമ്മൾ ഉത്തരം പറയുന്നു, ഞാൻ യാക്കോബയ സഭയിലാണ്, അല്ലെങ്കിൽ ഞാൻ ബ്രദർ സഭയിലാണ്, ഞാൻ പെന്തക്കോസ്ത് സഭയിലാണ്. അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്താണ്? അത് ചോദിക്കുന്നത് ഇങ്ങനെയാ, നിങ്ങളുടെ വിശ്വാസം എന്താ, അല്ലേ? ആ വിശ്വാസം എന്നുള്ള വാക്കിന് അല്പം കൂടെ വിപുലമായ അർത്ഥമുണ്ട്. ഈ അർത്ഥത്തിലാണ് വേദപുസ്തകത്തിലെ വിശ്വാസം എന്ന പദം നമ്മൾ, അല്ലെങ്കിൽ ആ ഉപദേശ വിഷയം നമ്മൾ പഠിക്കാനും കൈകാര്യം ചെയ്യാനും. നമ്മൾ ഈ സുവിശേഷത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾക്കത് കൂടുതൽ ചിന്തിക്കുവാൻ സാധിക്കും. ഒരുവൻ വേറൊരുവനിൽ അർപ്പിക്കുന്ന ആശ്രയം, അല്ലെങ്കിൽ ഒരു വ്യക്തി വേറൊന്നിൽ അർപ്പിക്കുന്ന ആശ്രയം, അതാണ് വിശ്വസിക്കുക, ബിലീവ് എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഒരു സംഹിത, അത് ഇപ്പം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ സഭകളുടെ ചില പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കത്തോലിക്ക സഭയുടെ ഒരു പുസ്തകമുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്, നമ്മുടെ വിശ്വാസം എന്നാണ്. അത് അവരെന്തൊക്കെ വിശ്വസിക്കും. അതുപോലെ തന്നെ നമ്മുടെ എം ബി ജോർജ് എന്ന് പറഞ്ഞ അച്ഛൻ, അദ്ദേഹം പിന്നീട് ബിഷപ്പായി, ഗീവർഗീസ് മാർ ഓസ്താത്യോസ് എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു, ഇല്ലേ? പിന്നീട് അങ്ങനെ അറിയപ്പെട്ടു. അതേപടി ഒരു പുസ്തകമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഞാൻ ചർച്ച് ഓഫ് ഗോഡുകാരുടെ ഒരു മാഗസിനും, ആ മാഗസിൻ്റെ ആദ്യ താളിൽ അവരെഴുതിയിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ സഭയിൽ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ഒരു ലിസ്റ്റാണ്. ഇത് രണ്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു വിശ്വാസത്തിന്റെ പ്രമാണം എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ ഈ 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് സത്യസന്ധമായി നീതിപൂർവകമായ ഒരു വിശ്വാസ പ്രമാണം നമ്മൾക്കുണ്ടായിരിക്കണം. ഞാനിപ്പോൾ അത്രയും പറഞ്ഞ് അവിടെ നിന്ന് മാറട്ടെ. 4-ാമത്തെ വാക്ക് വിശ്വാസം, വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇത്രയും കൊണ്ട് നിർത്താം. വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾക്ക് ഈ പുസ്തകത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഈ പുസ്തകം, ഈ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ കീ പേഴ്സൺസ്, താക്കോൽ വ്യക്തികൾ, അത് ഒരുപാട് പേരുണ്ട്. എന്നാൽ താക്കോൽ വ്യക്തികൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ചിലരെ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒരു പ്രയാസം എന്ന് പറയാൻ പറ്റുമോ, ഒരു പരിഭവം ഉണ്ടായത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നു, പലതും വിശദീകരിക്കുന്നില്ല. ഇപ്പം പണ്ടാരോട്ട് പറഞ്ഞ പോലെ കടലിലും ചെകുത്താനും ഇടയിൽ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ ക്ലാസ് എടുക്കുന്ന ആളിന് ഉണ്ടാകുന്നത്.
ഒത്തിരി അങ്ങ് വിശദീകരിച്ചു പോകുന്നതും ഒട്ടും വിശദീകരിക്കാതിരിക്കുന്നതും രണ്ടും ഒരു പരിമിതത്വമാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വിശദീകരണം നിങ്ങൾ നൽകി പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കീ പീപ്പിൾ ഇൻ ജോൺസ് ഗോസ്പൽ, യോഹന്നാന്റെ സുവിശേഷത്തിലെ കീ പീപ്പിൾ, പേഴ്സൺസ്, ആളുകൾ ആരൊക്കെയാണ്? ഒന്ന്, ഈ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആദ്യോടന്തം നിറഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിന്റെ ആളത്വം അത് സംബന്ധിച്ച് നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു വാചകം നിങ്ങളെ കുറിച്ചിടുന്നത് നല്ലതായിരിക്കും. ഈ പുസ്തകത്തിൽ സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമായ യേശു ക്രിസ്തുവിനെയാണ് ഈ സുവിശേഷകാരൻ വെളിപ്പെടുത്തുന്നത്. രണ്ടാമത്, ഈ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ. നമ്മള് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഞാൻ രണ്ടു വിധത്തിൽ പറയാം. ഒന്ന്, കർത്താവായ യേശുവിന്റെ മുന്നോടിയാണ്, ഫോർ റണ്ണർ ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിന്റെ മുന്നോടിയാണ് യോഹന്നാൻ സ്നാപകൻ. രണ്ടാമത്, അദ്ദേഹത്തെ പ്രവാചകനായിട്ട് എല്ലാവരും അംഗീകരിച്ചു. ഒരു പ്രവാചകനും കൂടെ ആയിരുന്നു. നമ്മൾ ഈ 1-ാം അധ്യായം മുതൽ തന്നെ ഈ യോഹന്നാൻ സ്നാപകനെ കാണുന്നു. ഒരുപാട് ആത്മീയ സത്യങ്ങൾ പഠിക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ബൈബിൾ കഥാപാത്രം. ആ കഥാപാത്രം എന്നുള്ള വാക്ക് എനിക്ക് അത്ര ഇഷ്ടമുള്ളതല്ല, എങ്കിലും ഞാൻ അങ്ങ് പറയുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരുപാട് സദ്ഗുണങ്ങളുടെ വിളനിലമാണ് ആ മനുഷ്യൻ. ആ മനുഷ്യനെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആ 1-ാം അധ്യായം പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ തന്നെ കുറിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം. മൂന്നാമതായിട്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ചുള്ള പ്രതിപാദ്യമാണ്. ദ ഡിസൈപ്പിൾസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ, ശീമോൻ പത്രോസ്, അന്ത്രയോസ് അല്ല കേട്ടോ, അന്ത്രയാസ് ആണ്. അതൊക്കെ സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അന്ത്രയാസ്, യാക്കോബ്, സബദിപുത്രന്മാരിൽ ഒരുവനായ യാക്കോബ്, യോഹന്നാൻ സ്പീഡ് കൂടുന്നു, ഫിലിപ്പോസ്, പിന്നീട് തോമസ്, തോമസ്, മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശീമോൻ, യൂദ ഇസ്കരിയോത്താവ് തുടങ്ങിയ ശിഷ്യന്മാരെ കുറിച്ച് ഈ പുസ്തകത്തിൽ കാണാം. അത് സാന്ദർഭികമായിട്ട് നമ്മൾക്ക് ഓരോരുത്തരെ ഗ്രഹിക്കാനായിട്ട് ശ്രമിക്കാം. ഭൂമിയിലെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട 12 പേരാണ് ഇവരെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ വിശദീകരണം നമ്മൾക്ക് പിന്നാലെ ചിന്തിക്കാം. സ്ത്രീകൾ ഈ കർത്താവിന്റെ ശുശ്രൂഷ കാലഘട്ടത്തില് കീ പേഴ്സൺസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവഗണിക്കപ്പെടാൻ പറ്റാത്ത ചില സഹോദരിമാരാണ്. ഒന്ന്, മറിയ, മാർത്തയും മറിയയും. അവർ രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ്. അത് 11-ാം അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമൊക്കെ സിംഹഭാഗവും, ഈ 2 അധ്യായങ്ങളുടെ സിംഹഭാഗവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഈ സഹോദരിമാരോട് ബന്ധപ്പെട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. മറിയ, പിന്നെ മാർത്ത. ഇനിയും
അവഗണിക്കുവാൻ കഴിയാത്ത പ്രധാനപ്പെട്ട മറ്റൊരു കഥാപാത്രം എന്ന് ഒരു വ്യക്തിയാണ് ലാസർ. ഈ മറ്റ് സുവിശേഷങ്ങളിൽ ലാസറിനെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. ലാസറിനെ കുറിച്ചുള്ള പരാമർശമില്ല. ഈ സഹോദരിമാരെ കുറിച്ചേ പറയുന്നു, മാർത്തയും മറിയയും കുറിച്ചേ പറയുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ലൂക്കോസ് 10:38 എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയാം, മാർത്തയും മറിയയും പാർത്തിരുന്ന ബേഥാന്യ. ആ ബേഥാന്യ അറിയപ്പെട്ടത് മാർത്തയുടെയും മറിയയുടെയും പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ യോഹന്നാൻ സുവിശേഷത്തിൽ വന്നപ്പോൾ 12-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. യോഹന്നാൻ 12:1. യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ പാർത്ത ബേഥാന്യയിലേക്ക് പാർത്ത ബേഥാന്യ. കണ്ടോ, സ്ഥലത്തിന്റെ ഐഡന്റിറ്റി മാറി. ആ സ്ഥലം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആ സഹോദരിമാരുടെ പേരിലല്ല, പിന്നെ ലാസറിന്റെ പേരിലാണ് ആ സ്ഥലം പിന്നീട് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു മുഖ്യ ആളത്വമാണ് ഈ സുവിശേഷത്തിൽ ലാസർ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തു പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തവുമാണ്, അതിൻ്റെ ഭൂമിയിലെ തെളിവാണ് ലാസർ. മരിച്ചവരിൽ നിന്ന് ലാസറിനെ കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 11-ാം അധ്യായത്തിൽ ലാസറിനെ കുറിച്ച് കർത്താവ് പറയുന്നത് നമ്മുടെ സ്നേഹിതനായ ലാസർ എന്നാ പറയുന്നത്. നമ്മുടെ സ്നേഹിതനായ ലാസർ എന്നാ പറയുന്നത്. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹിതൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ലാസർ ഒരു പടി കൂടെ ഉയർത്തപ്പെടുന്ന അവസ്ഥയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയാണ്. 12-ാം അധ്യായം ആദ്യത്തെ 11 വാക്യങ്ങൾ ഒരു വലിയ പഠനമാണ്. നമ്മൾ ആ ഭാഗം പഠിക്കുമ്പോൾ ദൈവസഭയുടെ കമനീയമായ അതിമനോഹരമായ ചിത്രം ഈ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുണ്ട്. ദൈവസഭ അഥവാ ഒരു പ്രാദേശിക സഭയുടെ ചിത്രം അവിടെയുണ്ട്. ഇനിയും അടുത്തതായി ഈ സുവിശേഷത്തിലെ കീ പേഴ്സൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് യേശുവിൻ്റെ അമ്മയായ മറിയം. അത് ഒരു സഹോദരിയാണ്, യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം. ഞാൻ ഒരു വാക്ക് ഇതോട് ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ അത് അപൂർണമാകും നമ്മുടെ ക്ലാസ്. ഈ 2 എക്സ്ട്രീംസ് ആണ് ക്രൈസ്തവ ഗോളത്തിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം, ദ മദർ ഓഫ് ജീസസ്. യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയെക്കുറിച്ച് 2 എക്സ്ട്രീംസ് ആണ് ഈ ക്രൈസ്തവ ലോകത്തിൽ ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിലൊന്ന് തീരെ അങ്ങ് പ്രാധാന്യം കൊടുക്കാതിരിക്കുക, മറിയക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക. അത് ഈ പ്രസംഗിക്കുമ്പോഴൊക്കെ ഏതാണ്ട് കളിയാക്കി പരിഹസിച്ച് ഒക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ബൈബിൾ അറിയാവുന്നവരാ. തീരെ അങ്ങ് അവഗണിക്കുക, അത് തികച്ചും തെറ്റാണ്. തലമുറയുള്ളിടത്തോളം കാലം ആ സ്ത്രീയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അവർക്ക് ലഭിച്ച ഈ ഭൂമിയിലെ സ്ത്രീകളിൽ മറിയയ്ക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു മഹാഭാഗ്യം
ലോകത്തിൽ ഒരു സ്ത്രീക്കും ജനിച്ചിട്ടില്ല, ലഭിച്ചിട്ടില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ സഭയും വിശ്വാസ പ്രമാണവും ബൈബിളും ഒക്കെ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിച്ച് വേണം പൊതുജനത്തിന്റെ മധ്യത്തിൽ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട്. അപ്പോ മറിയെ പരിഹസിക്കുന്നതും അവഗണിക്കുന്നതും വചനാനുസൃതമായ ഒരു കാര്യമല്ല. അതാണ് ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത്. അത് ഇങ്ങേറ്റത്തെ ഒരു എക്സ്ട്രീമാണ്. എന്നാൽ വേറൊരു മറുവശമുണ്ട്. മറിയെ ദൈവമാതാവെന്ന് വരെ വിളിക്കുന്നവരുണ്ട്, ഇല്ലേ? കർത്താവിൻ്റെ അമ്മ ദൈവമാതാവെന്ന് വിളിക്കുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും വില കുറച്ച് കണ്ടുകൊണ്ട് പറയുകയല്ല. ദൈവത്തിന് മാതാവുണ്ടെങ്കിൽ ആ ദൈവം ദൈവമല്ല. ദൈവത്തിന് മാതാവുമില്ല, ദൈവത്തിന് പിതാവുമില്ല. അപ്പോൾ വേറൊരു എക്സ്ട്രീം എന്ന് പറയുന്നത് മറിയെ ദൈവമാതാവായിട്ട് അവതരിപ്പിച്ചിട്ട് മറിയെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ്. ദൈവവചനത്തിൽ കൃത്യം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വേറെ ആരും നിങ്ങളുടെ ദൈവമാകാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്ഥാനം ഒരിക്കലും മറിയയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ ഇതിന് രണ്ടിനും നടുവിലൂടെ ഉള്ള ഒരു പാതയാണ് ബൈബിളിൽ സ്വീകരിച്ചിരിക്കുന്നത്. ചിലർക്ക് യേശുക്രിസ്തു മറിയെ സ്ത്രീയെ എന്ന് വിളിച്ചു, അതുകൊണ്ട് കർത്താവ് മറിയെ വളരെ വില കുറച്ചാണ് കണ്ടതെന്നൊക്കെ. അങ്ങനെയല്ല. അക്കാലഘട്ടത്തിലെ യവന സാഹിത്യത്തിലും മറ്റും സ്ത്രീ എന്ന വാക്കിന്റെ മഹത്വം അറിയാത്തവരാണ് ഇതൊക്കെ പറയുന്നത്. ആ സ്ത്രീ എന്നുള്ള പദത്തിന് പ്രത്യേകമായ ഒരു മഹത്വമുണ്ട്. എന്നാൽ കർത്താവ് ഒരിക്കലും തൻ്റെ അമ്മയെ അവഗണിച്ചിട്ടില്ല. ഞാനതിൻ്റെ ഒക്കെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇപ്പൊ പോകാൻ സാധ്യമല്ല. നമ്മൾക്കത് പഠിച്ചു വരുമ്പോൾ നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു ക്രൂശിലെ അതിവേദനയിൽ കിടക്കുമ്പോഴും ഓർക്കണം, അതിവേദന അനുഭവിച്ച് മരിക്കാൻ പോകുന്ന സമയത്തും യേശുക്രിസ്തു തൻ്റെ മാതാവിനെ കുറിച്ച് കരുതലുള്ളവനായിരുന്നു. 19-ാം അധ്യായത്തിലുണ്ട്, യോഹന്നാൻ 19:25-26 വാക്യങ്ങളിലൊക്കെ അത് കാണാൻ കഴിയും. എന്താ? യോഹന്നാനെ വിളിച്ചിട്ട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ കർത്താവിനെ സ്നേഹിച്ച, കർത്താവ് സ്നേഹിച്ച യോഹന്നാനെ വിളിച്ചേച്ച് പറഞ്ഞു, എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വീട്ടിലുണ്ട്. ആശയം അതാണ്. ക്രൂശിൽ വെച്ച് അത്രയൊന്നും വിശദമായിട്ട് പറയാൻ പറ്റിയല്ല. വീട്ടിൽ അവരൊക്കെ ഉണ്ട്. പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ഇത് നിന്റെ അമ്മയാണ്. എൻ്റെ സ്ഥാനത്ത് ഈ അമ്മയെ ഇനിയും സംരക്ഷിക്കേണ്ടത് നീയാണ്. ആ സംരക്ഷണ ചുമതല, തൻ്റെ അമ്മയുടെ മാതാവിൻ്റെ സംരക്ഷണ ചുമതല തനിക്ക് ഏറ്റവും അധികം വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന യോഹന്നാനെ ഏൽപ്പിച്ചിട്ടാണ് മരിച്ചത്. മനസ്സിലാക്കണം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ നാഴിക മുതൽ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിൽ നമ്മുടെ ചിന്ത വളരെ സ്വാധീനിക്കുന്ന ഒരു മനുഷ്യനാണ് യൂദ ഇസ്കരിയോത്താവ്. അതൊരു വലിയ പഠനമാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനം. ഈ അടുത്ത സമയത്ത് ഇദ്ദേഹത്തെ കുറിച്ച് ഉള്ള ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. ഒരാൾ അയച്ചതെന്നാണ്. ആ വീഡിയോ മുഴുവൻ, ആ പ്രസംഗം മുഴുവനും എനിക്ക് കിട്ടിയിട്ടില്ല. അതില് ഒരാൾ പറയുകയാണ്, ഇപ്പം നമ്മളെ ഈ വ്യക്തികളെ, അനർഹരായിട്ടുള്ള വ്യക്തികളെ മഹത്വവൽക്കരിക്കുന്ന ഒരു സ്വഭാവം പലയിടത്തുമുണ്ട്.
ഇദ്ദേഹം പറയുന്നത് ഈ യൂദ എന്ന് പറയുന്ന ആള് കർത്താവിന്റെ വരവിങ്കൽ 12 സിംഹാസനത്തിൽ ഇരിക്കുന്ന അപ്പസ്തലന്മാരിൽ ഒരാളായിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞ പുള്ളിയൊന്നല്ല ഈ പറയുന്നത്. ഈ പറഞ്ഞയാളുടെ നമ്മളെ ക്രൈസ്തവ അഥവാ വേർപെട്ട വിഭാഗങ്ങൾ, ക്രൈസ്തവം എന്ന് പറഞ്ഞാൽ പോരാ, വേർപെട്ട വിഭാഗങ്ങളിൽ മിക്കവാറും ആളുകളൊക്കെ അറിയുന്ന ഒരാള് പറയുകയാണ്, അദ്ദേഹം ഈ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ടല്ലോ 12 സിംഹാസനം. ആ 12 സിംഹാസനം മാത്രമല്ല, കർത്താവ് പറയുന്നുണ്ട് അത് യൂദായുടെ ഉള്ള സമൂഹത്തിൽ വെച്ചാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ 12 പേരും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രങ്ങളിൽ 12നെയും ന്യായം വിധിക്കും. അതിനകത്ത് യൂദായും ഉണ്ട് കേട്ടോ. ഇതൊക്കെ അബദ്ധ പഞ്ചാംഗങ്ങളാകട്ടോ. ആവശ്യമില്ലാതെ ദൈവത്തിന്റെ വചനം ദുർവ്യാഖ്യാനം ചെയ്യരുത്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായത്തില് സങ്കീർത്തനത്തിലെ വചനം ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, യൂദ പോകേണ്ട വഴിക്ക് അവൻ പോയി, അവന്റെ വാസസ്ഥലം ശൂന്യമായി. മനസ്സിലായോ? അപ്പോസ്തലന്മാരിൽ ഒരാളായിട്ട് 12 സിംഹാസനങ്ങളിൽ ഒന്നിൽ യൂദ ഇരിക്കുമെന്നുള്ളത് വേദപുസ്തകം അംഗീകരിക്കുന്ന ഒരു കാര്യമേ അല്ല. അദ്ദേഹം ഒരു പ്രാകൃതനായിരുന്നു. നമുക്ക് ദൈവം അനുവദിച്ചാൽ അത് 13-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഈ സുവിശേഷത്തിലെ കീ പേഴ്സൺസിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഈ യൂദ ഇസ്കരിയോത്ത. ഇനിയും 2 വ്യക്തികളെ കൂടി പരിചയപ്പെട്ടിട്ട് നമ്മൾക്ക് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് പീലാത്തോസ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിചാരണയോട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പീലാത്തോസ്. ഇംഗ്ലീഷിൽ പൈലറ്റ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പീലാത്തോസ്, ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണം കേട്ടോ. വളരെ പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് പീലാത്തോസ്. നമ്മൾ വളരെ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കാറില്ല. ഇദ്ദേഹത്തിൻ്റെ ആളത്വപരമായിട്ടുള്ള കാര്യവും ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതവും ഇദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ കൺസെപ്റ്റ്, ആത്മീക ദർശനവും ഇത് ചിന്തിക്കേണ്ടതാണ്. പീലാത്തോസിനെ നമ്മൾ ഒരു റോമൻ ഗവർണറായിട്ട് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മീക ദർശനവും വീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾക്ക് ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ കർത്താവ് ആയുസ്സൊക്കെ തന്ന എന്നെ വെച്ചേക്ക് നമ്മളുടെ ക്ലാസ് ഇങ്ങനെ തുടരുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് ചിന്തിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു സഹോദരിയാണ് മഗ്ദലന മറിയ, മേരി മഗ്ദലേൻ. ആ സഹോദരിയെ കുറിച്ച് 19-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടൊക്കെ ബന്ധപ്പെട്ട് ഈ സഹോദരിയെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു വാക്ക് ഇതിനിടയ്ക്ക് പറഞ്ഞോട്ടെ. ഈ സഹോദരിമാർക്ക് വേദപുസ്തകം നൽകിയിട്ടുള്ള സ്ഥാനം, അർഹമായ സ്ഥാനം നമ്മൾ നൽകാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ അവരെ കരുതാനും അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർക്ക് അവസരങ്ങളെ നൽകാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ റോമാലേഖനത്തിൻ്റെ ക്ലാസ്സിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഈ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വായിച്ച ഒരു നല്ല ലേഖനം, ഒരു നല്ല എഴുത്തുകാരൻ സാമുവേൽ മേന എന്നു പേരുള്ള ഒരു ക്രിസ്തീയ സാഹിത്യകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സാമുവേൽ മേന എന്നായിരുന്നു. അദ്ദേഹം എഴുതിയൊരു നോവലുണ്ട്.
കേട്ടോ. അത് കിട്ടുമെങ്കിലൊക്കെ വാങ്ങി വായിക്കണം. അദ്ദേഹം എഴുതിയ ഒരു നോവലുണ്ട്, നിക്ഷേപം നിറയ്ക്കപ്പെട്ട മൺപാത്രങ്ങൾ എന്നാണ് ആ നോവലിൻ്റെ പേര്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ക്രൈസ്തവ സാഹിത്യകാരനാണ് അദ്ദേഹം, സാമുവൽ മേന എന്നാണ്. ഇനി അദ്ദേഹം വേറൊരു ദൈവദാസന്റെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശീർഷകം വളരെ രസമാണ്, അല്പദാസൻ അത്ഭുതകരങ്ങളിൽ. ആ ജീവചരിത്രം എഴുതിയപ്പോൾ അദ്ദേഹം ആ പുസ്തകത്തിന് കൊടുത്ത പേര് അല്പദാസൻ അത്ഭുത. അതിൽ തന്നെ ഒരു സന്ദേശമുണ്ട് അല്ലേ, അല്പദാസൻ അത്ഭുതകരങ്ങളിൽ. ഇതേപോലെ അദ്ദേഹം എഴുതിയ ഒരു വലിയ ലേഖനം, ഒരു നല്ല ലേഖനം ഞാൻ എന്നും ഓർക്കുന്നതാണ്. കുറേ നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ പല വീടുകൾ മാറിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുസ്തകങ്ങൾ ഒത്തിരി നഷ്ടപ്പെട്ടു, എൻ്റെ കളക്ഷൻസ് ഒരുപാട് പോയി, അങ്ങനെയൊക്കെ ഒത്തിരി വലിയ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ആ ലേഖനം ഇതാണ്, സ്ത്രീകൾക്കിടയിൽ സ്ത്രീയുടെ സന്തതി. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തില് സഹോദരിമാരോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സ്നേഹവും കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിനെ ശുശ്രൂഷിച്ചതും കർത്താവ് അനുഗ്രഹിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അത് പ്രത്യേകിച്ച് ഈ സഹോദരിമാരുടെ മധ്യത്തിൽ നടക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അനിവാര്യമാണ്. കർത്താവ് സഹായിക്കട്ടെ. ഇനിയും ഈ പുസ്തകത്തെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഞാൻ ഇതിനകത്ത് കയറി പഠിക്കാനുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച ഒരു കാര്യമൊന്ന് ആവർത്തിച്ചോട്ടെ. അത് യോഹന്നാൻ അത്ഭുതങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഏതാ? ഞാനിപ്പോൾ ഈ അൺമ്യൂട്ട് ചെയ്യാനൊന്നും പറയുന്നില്ല, കാര്യം ചിലപ്പോൾ അൺമ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലയിടത്തുനിന്ന് അപശബ്ദങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ തന്നെ പറയാം. എന്താ? അടയാളങ്ങൾ എന്നുള്ള വാക്കാണ്, സയൻസ് എന്നുള്ള വാക്കാണ്. ഈ അടയാളങ്ങളോട് ബന്ധപ്പെട്ട് തൊട്ടടുത്ത് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ഈ അടയാളങ്ങൾ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുക. ഞാൻ ഉദാഹരണത്തിന് 2-ാം അധ്യായം നോക്കി. യേശു ഇത് അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി, അല്ലേ? തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് കർത്താവ് ഈ അത്ഭുതം ചെയ്തത്, അഥവാ ഈ അടയാളം ചെയ്തതിൻ്റെ ലക്ഷ്യം പറയുമ്പോൾ അവിടെ തൊട്ട് ചേർത്ത് പറയുന്ന ഒരു വാക്ക് നോക്കിയേ, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. കണ്ടോ? 11-ാം വാക്യം അല്ലേ? അടയാളം കർത്താവ് ചെയ്തത്, അടുത്ത് വരുന്ന വാക്ക് കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ. ആ മഹത്വം വെളിപ്പെടുത്തിയതിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണെന്നറിയാമോ? പുറത്തുള്ളവരല്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പുറത്തുള്ളവരുടെ വിശ്വാസമല്ല ഇവിടെ ഒന്നാമത്തെ അടയാളത്തിൽ. എന്താ? തൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതവിടെ നിൽക്കട്ടെ അല്ലേ, നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട ഇതിനോട് ചേർന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജീവനാണ്. അടയാളം, വിശ്വാസം, ജീവൻ. വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടാകും. ഈ 3 കാര്യങ്ങൾ ചേർന്ന് വരുന്ന ഈ സുവിശേഷത്തിലെ സന്ദേശമാണ്. കർത്താവ് ചെയ്യുന്ന അടയാളം,
അടയാളത്തോട് ചേർന്ന് വിശ്വാസം, ആ വിശ്വാസത്തോട് ചേർന്ന് വിശ്വസിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ജീവൻ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് യോഹന്നാൻ ലക്ഷ്യമാക്കിയിരിക്കുന്നത് അതാണ്. ഇനിയും ഈ സുവിശേഷം നമ്മൾ പരിശോധിച്ചാൽ ചേർന്ന് വരുന്ന, അഥവാ ഈ ഒന്നിനോട് ചേർന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രണ്ട് കാര്യങ്ങൾ. അത് ഞാൻ പറയുന്നുണ്ട്, മനസ്സിലാവും. ഒന്ന്, ഒന്നാം അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഒന്ന് കോൺട്രാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ജീവൻ, മറ്റേത് മരണം. ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട കോൺട്രാസ്റ്റ് സബ്ജക്ട്സ്, രണ്ട് വിരുദ്ധമായ ഉപദേശം. ഒന്ന് ലൈഫ് ആൻഡ് ഡെത്ത്. ഇത് രണ്ടും നമ്മൾ ഇതിനകത്തോട്ട് കയറി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കത് കൂടുതൽ കാണാൻ സാധിക്കും. ഇനിയും മറ്റ് ഒരു കോൺട്രാസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഡാർക്ക്നെസ് എന്നുള്ളത്, വെളിച്ചവും ഇരുട്ടും എന്നുള്ളത്. അത് ഒന്നാം അധ്യായത്തിൽ തന്നെ തുടങ്ങുന്നുണ്ട് അല്ലേ? എന്താ? വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ട് അതിനെ പിടിച്ചടക്കുകയില്ല. വെളിച്ചവും ഇരുട്ടും ഇങ്ങനെ പോവാം. മൂന്നാം അധ്യായത്തിലൊക്കെ വരുമ്പോൾ എന്താണ് വെളിച്ചം, എന്താണ് ഇരുട്ട് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ കർത്താവ് നൽകുന്നുണ്ട്. കൃത്യം നമ്മൾക്ക് ധരിച്ചു വച്ചിരിക്കുന്ന നിർവചനമല്ല വെളിച്ചത്തിനും ഇരുട്ടിനും കർത്താവ് കൊടുത്തിരിക്കുന്നത്. അത് മൂന്നാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലൊക്കെ വരുമ്പോൾ അത് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ വാക്ക് സ്നേഹവും വിദ്വേഷവുമാണ്. സ്നേഹം എന്നുള്ളതും വെറുപ്പ് എന്നുള്ളതുമാണ്. പഠിക്കാൻ നമുക്ക് നാലാമത്തെ മറ്റൊരു വാക്ക്, വേറെ പല വാക്കുകൾ കണ്ടെത്താൻ കഴിയും, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോൺട്രാസ്റ്റ് സബ്ജക്റ്റ്, വിരുദ്ധമായിട്ടുള്ള വിഷയം എന്താണെന്നറിയാമോ? ഒന്ന് ഉയരത്തിൽ നിന്നുള്ളത്, രണ്ട് കീഴേ നിന്നുള്ളത്. മനസ്സിലായി കാണുകയില്ലെന്ന് എനിക്കറിയാം. ആ മൂന്നാം അധ്യായത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. കർത്താവായ യേശുക്രിസ്തു അവരോട് പൊതുവായി സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനാണ്, നിങ്ങൾ കീഴേ നിന്ന് ഉള്ളവരാണ്. നോക്കണം, 31-ാം വാക്യം നോക്കാട്ടെ. മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായത് സംസാരിക്കുന്നു. പിന്നെ സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മീതെ ഉള്ളവൻ, കീഴേ നിന്നുള്ളവൻ. ഇത് ഈ സുവിശേഷത്തിൽ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് പിന്നാലെ അത് ചിന്തിക്കാം. ഇനിയും അടുത്ത വിഷയം, ഞാനിത് 1, 2 എന്ന് നോട്ട് ചെയ്തല്ല പറയുന്നത്. അടുത്ത വിഷയം നിങ്ങളതൊന്ന് നമ്പർ ഇട്ട് പോകുന്നത് നന്നായിരിക്കും. അടുത്തത് ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട പുതിയ നിയമ ഉപദേശം, ന്യൂ ടെസ്റ്റമെന്റ് ഡോക്ട്രിൻസ്. പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്ന ഉപദേശ സത്യങ്ങൾ, ഈ സുവിശേഷത്തിൽ പറയുന്ന ഉപദേശ സത്യങ്ങൾ ഞാൻ നമ്പർ ഇട്ട് പറഞ്ഞു പോവുകയാണ്. 1, 2, 3 എന്ന് പറഞ്ഞു പോകാം. ഇപ്പോൾ അത് വിശദീകരിക്കത്തില്ല.
ഒന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം 1-ാം അധ്യായത്തിൽ തുടങ്ങുകയാണ് കേട്ടോ. ഇത് പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് പഠിക്കുന്നത് എല്ലാ സഹോദരി സഹോദരന്മാർക്കും വിശേഷിച്ച ദൈവദാസന്മാർക്കും വളരെ പ്രധാനമായിരിക്കും, വളരെ പ്രയോജനമായിരിക്കും. ഈ സുവിശേഷത്തിൽ ആദ്യോടന്തം പ്രതിപാദിക്കപ്പെടുന്ന പുതിയ നിയമ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വം. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ അവതീർണനായ കാലഘട്ടം മുതൽ ഇന്നിപ്പോ ഈ നിമിഷം വരെ ലോകത്തിൽ വളരെയേറെ വിവാദപരമായി നിൽക്കുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തു ദൈവമാണോ യേശുക്രിസ്തു മനുഷ്യനാണോ എന്ന്. അതിൽ യേശുക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ ദൈവമാണ് എന്ന് തെളിയിക്കുന്ന സുവിശേഷമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. ഞാൻ ആവർത്തന വിരസത തോന്നുന്നുണ്ടോ? ഈ സുവിശേഷം പഠിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളത്. രണ്ടാമത്തെ പുതിയ നിയമ ഉപദേശ വിഷയം, ഡോക്ട്രിനൽ സബ്ജക്റ്റ്, രക്ഷ അതാണ് സാൽവേഷൻ. പക്ഷെ ഈ രക്ഷ എന്നുള്ളതിന് ഈ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് രക്ഷയെന്നല്ല, പിന്നെ നിത്യജീവൻ എന്നുള്ള വാക്ക്. അത് 1-ാം അധ്യായത്തിൽ തുടങ്ങി ഇങ്ങനെ അങ്ങ് പോയി 21-ാമത്തെ അധ്യായം വരെ തുടരുന്ന ഉപദേശ വിഷയമാണ് ദ സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൽ കൂടെയുള്ള ആത്മരക്ഷ. അതിന് മറ്റൊരു പദം രക്ഷ അഥവാ നിത്യജീവൻ. ഇത് കൂടാതെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം. ഈ സുവിശേഷത്തിൽ മറ്റു സുവിശേഷന്മാർക്കും അവർക്കാർക്ക് ഈ വീണ്ടും ജനനം എന്നുള്ള വാക്ക് അവർക്ക് കിട്ടിയിട്ടില്ല എഴുതാൻ. എന്നാൽ വീണ്ടും ജനനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതും ആ വീണ്ടും ജനനം എന്താണ് എന്ന് ദൃഷ്ടാന്ത സഹിതം വ്യക്തമാക്കിയിരിക്കുന്നതും യോഹന്നാൻ അപ്പോസ്തലനാണ്. 3, ഈ സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഏതാ? വിഷയമല്ല, ഡോക്ട്രിനൽ സബ്ജക്റ്റ്. പ്രത്യേകത ഓർത്താണ്, ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഉപദേശ വിഷയങ്ങളാണ്. 3-ാമത്തെ ഉപദേശ വിഷയം വർഷിപ്പ് അഥവാ ആരാധന എന്നുള്ളതാണ്. 4-ാം അധ്യായത്തിലൊക്കെ അത് സ്പഷ്ടമായിട്ട് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു ശമരിയക്കാരിയോട് സംസാരിക്കുമ്പോഴാണ് ആരാധന എന്നുള്ള ഉപദേശ വിഷയം കർത്താവ് വ്യക്തമാക്കുന്നത്. ഞാൻ ഇപ്പൊ തന്നെ പേടിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഈ ആരാധനയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ അത് ആ വിഷയത്തിലോട്ടൊക്കെ വരുന്ന ഉടനെ ഞാൻ ഞെരുങ്ങുന്നത് പോലെ നിങ്ങൾ ആരും ഞെരുങ്ങുകയില്ല. കാരണം ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭൂതകാല നിത്യത മുതൽ പ്രസന്റ് ഏജിലൂടെ അഥവാ ഈ വർത്തമാന കാലത്തിലൂടെ പോയി ഭാവികാല നിത്യത വരെ നീണ്ടു കിടക്കുന്ന ഈ ആരാധന എന്നുള്ള വിഷയം കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതിനെയൊക്കെ പലരും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അത്ഭുതകരമായിട്ട്
പഠിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയാണ്. എൻ്റെ നോട്ട്ബുക്കിൽ 2-3 ബുക്കുകളിൽ ഞാൻ ഇത് സംബന്ധിച്ചുള്ള നോട്ട് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പലർക്കും ആരാധന എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ക്രിസ്ത്യാനികളാണ്, പക്ഷെ ആരാധിക്കുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ കൈകൂപ്പി പറയട്ടെ, വിശ്വാസികളെല്ലാവരും ഇന്ന് നല്ലൊരു പങ്കിനും ഇത് അറിയത്തില്ല. ഞാൻ അതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമെന്നുള്ള എൻ്റെ പേടി. ചൊലുത്താണ്, കുറെ മന്ത്രങ്ങൾ ഉരുവിടുന്നതാണ്, കുറെ ബഹളം ഉണ്ടാക്കുന്നതാണ്, കൂക്കു വിളിക്കുന്നതാണ്, ആർപ്പോ വിളിക്കുന്നതാണ്, ഉച്ചയും കുത്തി മറിയുന്നതാണ്, കൈയടിക്കുന്നതാണ്. ഇതൊക്കെയാണ്. ഇതൊന്നും ആരാധനയല്ല. ഇത് ആരാധനയെ വികൃതമാക്കുക, വൈകൃതമാക്കുക. ആരാധന എന്നുള്ള വിഷയം യേശുക്രിസ്തു പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച, ബൈബിൾ പഠിപ്പിച്ച നിലയിൽ നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ അങ്ങനെ ആരാധിക്കണം. ഇല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുപാട് കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം കേട്ടോ. വളരെ ഗൗരവമായിട്ട് പഠിക്കേണ്ട വിഷയമാണ് ഇത്. ചിലർക്ക് ഈ കാര്യത്തിൽ ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല, ആരാധന എന്നുള്ള വിഷയത്തിൽ. നമുക്ക് ദൈവം അനുവദിച്ചാൽ 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ, കർത്താവ് കൃപ നൽകിയാൽ നമ്മൾക്കത് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ 3 കാര്യങ്ങൾ. 1, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം എന്ന ഉപദേശ വിഷയം. 2, നിത്യജീവൻ, രക്ഷ അഥവാ വീണ്ടും ജനനം എന്ന ഉപദേശ വിഷയം. 3, വർഷിപ്പ്, ആരാധന എന്ന ഉപദേശ വിഷയം. 4, സ്നാനം, ക്രിസ്തീയ സ്നാനം, ബാപ്റ്റിസം, മാമോദീസ. ചെല്ലി മാമോദീസ എന്ന് പറയുന്നുണ്ട്, ആള് ഞാൻ മുടക്കിക്കളയണമെന്ന് പറയാം. അങ്ങനെയല്ല, അത് സുറിയാനി പദമാണ്. മാമോദീസ എന്നുള്ള സ്നാനം എന്നുള്ളതിൻ്റെ സുറിയാനി വാക്കാണ് മാമോദീസ എന്നുള്ളത്. മരിച്ചുപോയ മാർത്തോമാ സഭയുടെ ഒരു വലിയ മെത്രാപ്പോലിത്ത, അദ്ദേഹം എഴുതിയ നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഇതൊക്കെ കൃത്യമായിട്ട്, ഇവരെല്ലാം, ഞാൻ പറയട്ടെ, ഇവരുടെയൊക്കെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അവരെല്ലാം കൃത്യമായിട്ട് അത് നിർവചിച്ചു വെച്ചിട്ടുണ്ട്. മാമോദീസ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? ഞാൻ ഇന്ന് വെള്ളത്തിൽ മുക്കപ്പെടുന്നു എന്ന്. ഇന്ന് ഞാനൊരു മാമോദീസ നൽകിയെന്നോ സ്വീകരിച്ചെന്നോ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വെള്ളത്തിൽ ആഴ്ത്തപ്പെട്ടു, വെള്ളത്തിൽ മുക്കപ്പെട്ടു എന്നാണ്, മുക്കിയെന്നാണ്. അപ്പോൾ പുതിയ നിയമത്തിലെ ഈ ഉപദേശ വിഷയം മറ്റു സുവിശേഷന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ കുറെ കൂടെ വിശദീകരിച്ച് 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾക്ക് ചിന്തിക്കാം ഈ സുവിശേഷം പഠിക്കുമ്പോൾ. 5-ാമതായിട്ട് ഉപദേശ വിഷയം, 5-ാമത്തെ ഉപദേശ വിഷയം പുനരുത്ഥാനം, ദ റിസറക്ഷൻ. പുനരുത്ഥാനം എന്നുള്ള വിഷയം. അതിപ്പം ഞാൻ പറയാൻ തുടങ്ങിയ ആ വാക്യം എവിടാ, വചനം എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്ത വരും. എന്നാൽ വ്യക്തമായിട്ടുണ്ട് കേട്ടോ. 5-ാം അധ്യായത്തിൽ 22 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ 5-ാം അധ്യായത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ച് വളരെ കൃത്യമായ പുതിയ നിയമ ഉപദേശം. നന്മ ചെയ്തവരുടെ പുനരുത്ഥാനം, തിന്മ ചെയ്തവരുടെ പുനരുദ്ധാനം, ഇത് വേർതിരിച്ചു പറയുന്നുണ്ട്.
പുനരുത്ഥാനം കഴിഞ്ഞുള്ള ന്യായവിധിയെക്കുറിച്ചും കർത്താവോട് വ്യക്തമാക്കുന്നു. ഉണ്ടോ? എത്ര കൃത്യമായ സഭയുടെ പുതിയ നിയമ ഉപദേശമാണ് കർത്താവോട് പറഞ്ഞിരിക്കുന്നത്. ഇനി 11-ാം അധ്യായം വരുമ്പോൾ ആ പുനരുത്ഥാനത്തിന്റെ ശരിക്കുമുള്ള ദൃഷ്ടാന്തം നമ്മൾ കാണുന്നുണ്ട്. ആരാ? ലാസറിന്റെ പുനരുത്ഥാനം. ഇനിയും 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ കാണും. പുനരുത്ഥാനം ചെയ്ത വ്യക്തിക്കുണ്ടാകുന്ന ശരീരത്തിന്റെ രൂപാന്തരം എന്തൊക്കെയാണ് എന്ന് ഈ 20-ാം അധ്യായത്തിലുണ്ട്. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ എൻ്റെ ദൈവം മക്കളെ, പ്രിയപ്പെട്ടവര്, എത്ര അത്യഗാധമാണ് ദൈവത്തിന്റെ വചനം, വിശിഷ്യ യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം 1, 2 നിത്യജീവൻ അഥവാ വീണ്ടും ജനനം, 2, 3 ആരാധന, 4 സ്നാനം, 5 പുനരുദ്ധാനം, 6 പരിശുദ്ധാത്മാവ്. പുതിയ നിയമോപദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതാണ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. ഞാൻ അതിന് വേറൊരു വാക്ക് പറയും, നിങ്ങൾ അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും അങ്ങ് എഴുതിയിട്ടോ. ആ വാക്ക് തിയോളജിക്കലായിട്ട്, വേദശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് എന്താണെന്നറിയാമോ? ന്യൂമറ്റോളജി എന്നാണ്. PNUMOTOLOGY. ന്യൂമറ്റോളജി. ന്യൂമ PNUMA. ന്യൂമ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവെന്നാണ്. പരിശുദ്ധാത്മാവിൻ എന്നുള്ളതിൻ്റെ ഗ്രീക്ക് വാക്കാണ് ന്യൂമ എന്നുള്ള വാക്ക്. ന്യൂമറ്റോളജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മശാസ്ത്രം എന്നാണ് ആ വാക്കുകൊണ്ട് ശാസ്ത്രം കൊണ്ടുദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ക്ഷീണിച്ചോ? സമയം കൂടിപ്പോന്നൊന്നും വല്ലതും തോന്നുന്നുണ്ടോ? ഇല്ല അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ സമയം കുറവായിരുന്നെന്നാണ്. ഇപ്പൊ സമയം കൂടി പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്ത വല്ലതും വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങ് പെട്ടെന്ന് ഞാൻ സമയത്ത് തന്നെ കാര്യങ്ങൾ അവസാനിക്കും. ഈ പരിശുദ്ധാത്മശാസ്ത്രം സംബന്ധിച്ച് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കണേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ വേറൊരു സുവിശേഷത്തിലുമില്ല. സുവിശേഷങ്ങളിലില്ല എന്ന് മാത്രമല്ല, ലേഖനങ്ങൾ പരിശോധിച്ചാലും പൗലോസ്ലീഹ മാത്രമാണ് പിന്നെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ന്യൂമറ്റോളജി സംബന്ധിച്ചുള്ള വിശദമായ പഠനം നമ്മൾക്ക് തരുന്നു. ഞാനത് എങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സുവിശേഷത്തിന്റെ 1-ാമത്തെ അധ്യായം മുതൽ 1, 3, 7 നോക്കോ, 7, 14, 15, 16 ഈ അധ്യായങ്ങളെല്ലാം നിങ്ങൾ നോക്കോ. ഇവിടെ എല്ലാം കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട മിക്കവാറും സമസ്ത ഉപദേശങ്ങളും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ലേഖനങ്ങളൊന്നും അവഗണിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ഒരൊറ്റ സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയ പഠനത്തിൽ പരിശുദ്ധാത്മശാസ്ത്രം മിക്കവാറും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ
ആറാമത്തെ ഉപദേശ വിഷയം പരിശുദ്ധാത്മ ശാസ്ത്രമാണ്, പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. ഇനിയും ഏഴാമത്തെ ഉപദേശ വിഷയം ദ ജഡ്ജ്മെന്റ് അഥവാ ന്യായവിധി എന്നുള്ളതാണ്. ഈ സുവിശേഷത്തിൽ പ്രധാനമായി പ്രതിപാദിക്കുന്നത് ന്യായവിധി എന്നുള്ള വിഷയം ഇതിൽ പ്രതിപാദിക്കുന്നു. ഇതോട് ചേർത്ത് മറ്റൊരു പ്രധാന കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഈ 4 സുവിശേഷങ്ങളിലും പറയുന്നു കേട്ടോ. ഞാനിത് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്നാൽ എല്ലാവരും മനസ്സിലാക്കണം. വിശിഷ്യ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരും സഹോദരിമാരും ഒക്കെ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് 4 സുവിശേഷങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചാണ്. കർത്താവിൻ്റെ ഒരുമല പ്രത്യക്ഷതയെക്കുറിച്ചാണ് ആദ്യത്തെ 3 സുവിശേഷകന്മാർ സമവീക്ഷണ സുവിശേഷകന്മാരും പറഞ്ഞിരിക്കും. ഞാൻ സ്തോത്രം ചെയ്ത് പറയട്ടെ, ഇതെല്ലാവരും മനസ്സിലാക്കണം. കർത്താവ് സഭയ്ക്കു വേണ്ടി മേഘത്തിൽ വരുന്ന പ്രത്യക്ഷത യോഹന്നാൻ മാത്രമേ ഈ സുവിശേഷകാരന്മാരിൽ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവുന്നോ? കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയെ മറ്റു 3 പേരും പറയുന്നു. എന്നാൽ യോഹന്നാനാണ് പറയുന്നത് സഭയ്ക്ക് വേണ്ടി വന്ന് സഭയെ ചേർക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്. 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശരിക്കും പഠിക്കണേ. ഇതൊക്കെ വിവേചിച്ച് പഠിക്കാത്തത് കൊണ്ട് ഒരുപാട് പേര് അബദ്ധങ്ങളിലൊക്കെ ചെന്നുപെടുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ചങ്ങ് പറയും. മനസ്സിലായോ? എന്നാൽ യോഹന്നാൻ സുവിശേഷം 14-ന്റെ 1 മുതൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകും, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ നിങ്ങളെ വന്ന് എൻ്റെ അടുക്കൽ ചേർക്കും, നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തും. നിങ്ങൾക്കാണ് ഞാൻ വീടൊരുക്കാൻ പോകുന്നത്. ആർക്കാ? എല്ലാവർക്കും അല്ല. സഭയ്ക്ക് വേണ്ടിയുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലനെ പറഞ്ഞിട്ടുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായവിധി. ഇനിയും അടുത്തത് 9-ാമത്. 7ഉം 8ഉം ഞാൻ പറഞ്ഞു ഏതൊക്കെയാണെന്നറിയാമോ? കർത്താവിൻ്റെ വരവ് 1, 2 ന്യായവിധി. കർത്താവിൻ്റെ പുനരാഗമനവും ന്യായവിധി. പുനരാഗമനം എന്നുള്ളതാണ് കർത്താവിൻ്റെ വരവ്, ആ വരവും പിന്നെ ന്യായവിധി. ഇനിയും 9-ാമത് ഈ യോഹന്നാന്റെ സുവിശേഷം പ്രതിപാദിക്കുന്ന ഏറ്റവും വലിയ ഉപദേശ വിഷയം ദൈവസഭ എന്നുള്ള വിഷയമാണ്. മറ്റു സുവിശേഷങ്ങളിലും ഇതിൻ്റെ സൂചനയുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായ സഭാസംബന്ധമായ ഉപദേശ സത്യമുണ്ട്. ഞാൻ 2 ഉദാഹരണങ്ങൾ അതിന് പറയാം. എഴുതിയിട്ടേക്കണേ. 2 ഉദാഹരണങ്ങൾ. ഒന്ന് 3-ാം അധ്യായത്തിലാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തില് യോഹന്നാൻ സ്നാപകൻ പറയുന്ന ഒരു പ്രയോഗമാണ്. 29-ാം വാക്യം. 3-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം.
മണവാട്ടി ഉള്ളവൻ മണവാളനാവും. കണ്ടോ? ഇപ്പൊ ഞാൻ അതിന്റെ പൂർണ്ണരൂപം പറയുന്നില്ല ആ വാക്യത്തിൽ. മണവാളനായ യേശുക്രിസ്തു, യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ. ഇതാദ്യം പറയുന്ന യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ അപ്പോസ്തലനല്ല, യോഹന്നാൻ സ്നാപകനാണ് ഈ പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള ഉപദേശ സത്യം പ്രതിപാദിക്കുന്ന സുവിശേഷങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് വരിക. അവിടെ യേശുക്രിസ്തുവിന്റെ സഭയെക്കുറിച്ചുള്ള പഠനം അവിടെ ഉണ്ട്. ഞാൻ ആടുകളുടെ വാതിലാണ്, ഞാൻ ആടുകളുടെ ഇടയനാണ്, നിങ്ങൾ ആടുകളാണ്. ഈ ആടുകളെ ഞാൻ അകത്ത് കൊണ്ടുവരുന്നു, പുറത്തു കൊണ്ടുപോകുന്നു. ഈ ആടുകൾക്ക് ഞാൻ മേച്ചിൽ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്നു. ഇത് സഭയെക്കുറിച്ചാണ്. സഭ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടമാണ്. ആ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയൻ കർത്താവായ യേശുക്രിസ്തുവാണ്. കണ്ടോ? സഭ എന്നുള്ള ഉപദേശ സത്യം. ഈ 10-ാം അധ്യായത്തില് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ ആടുകളുടെ വാതിൽ, കർത്താവായ യേശുക്രിസ്തു പറയുന്ന വാതിലാണ് ഞാൻ, ഈ വാതിലിലൂടെ കിടക്കുന്ന ആടുകളാണ് നിങ്ങള്, ഞാന് ഈ ആടുകളുടെ നല്ല ഇടയനാണ്, ഞാൻ ജീവൻ കൊടുത്ത് സമ്പാദിച്ച ആടുകളാണ് ഇത്, ഈ വാതിലിലൂടെ കടക്കണം. അങ്ങനെ കടക്കുന്നവനാണ് ഈ സഭയുടെ അംഗമായി തീരുന്നത്. സോറി. എന്നിട്ട് 3-ാം വാക്യത്തില് 10-ന്റെ 3 ഒരു പ്രയോഗമുണ്ട്. ഞാനതൊന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. എന്താ? ഞാൻ വാതിലാണ്, ഈ വാതിലിലൂടെ കടക്കണം, ഈ കടക്കുന്നവർക്ക് 3-ാം വാക്യം, അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആരാ തുറന്നു കൊടുക്കുന്നത്? വാതിൽ കാവൽക്കാരൻ, ഡോർ കീപ്പർ. അതാരാണെന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്. ഈ വാതിലിലൂടെ ഒരു വ്യക്തിയെ ദൈവസഭയിലേക്ക് ചേർക്കുന്നത് ഈ വാതിൽ തുറന്നു കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. എത്ര വലിയ ഉപദേശ സത്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കേട്ടോ? ഇപ്പൊ നമ്മള് ഇപ്പൊ അല്പസമയം എടുത്തുള്ളെങ്കിലും കുറേയേറെ ഉപദേശങ്ങളാണ് പഠിച്ച്. ഇത്ര നേരം നമ്മൾ പ്രധാനമായിട്ടും കണ്ടത് ഉപദേശ സത്യങ്ങളാണ്. ഇനിയും ഇതോട് ചേർത്ത് ഈ സഭാപഠനത്തില് ഈ 2 ഭാഗങ്ങൾ മാത്രമല്ല, വേറെ ഭാഗങ്ങൾ നമുക്കുണ്ട്. എന്താണെന്നറിയാമോ? 15-ാം അധ്യായത്തിൽ സഭ മുന്തിരിത്തോട്ടമാണ്. ഉണ്ടോ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. സഭ കർത്താവിന്റെ മുന്തിരിത്തോട്ടമാണ്. 15-ാം അധ്യായത്തിൽ ആ മുന്തിരിത്തോട്ടത്തിലെ കൊമ്പുകളാണ് രക്ഷിക്കപ്പെടുന്ന വിശ്വാസി. 15-ാം അധ്യായത്തിൽ. ഇനി നോക്കണം, സഭയെ സംബന്ധിച്ചുള്ള അടുത്ത വേദഭാഗം 17-ാം അധ്യായത്തിൽ കാണാം. 3-ാം അധ്യായം, 10-ാം അധ്യായം, 15-ാം അധ്യായം, പിന്നെ 17-ാം അധ്യായം. 17-ാം അധ്യായത്തിൽ കണ്ടോ, സഭയ്ക്കു വേണ്ടി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന മഹാപുരോഹിതനായ യേശു. കേട്ടോ? ഈ
വ്യത്യസ്തമായ പഠനം. എഫേസ്യ ലേഖനം പഠിച്ചപ്പോൾ ആദ്യ സമയത്ത് നമ്മൾ ഈ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചത് ഒരുപക്ഷെങ്കിൽ ഓർക്കുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം നമ്മൾ അതോട് ചേർത്ത് പഠിക്കുവാൻ ആവശ്യമുണ്ട്. ഇനിയും ഏറ്റവും ഒടുവിലായി ഈ സുവിശേഷത്തിൽ നിന്ന് നമ്മൾക്ക് പഠിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശമാണ് ഡോക്ടർ സഭാ പരിപാലനമാണ്. പാസ്റ്ററൽ മിനിസ്ട്രി. സഭ പരിപാലിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അത് 21-ാം അധ്യായത്തിൽ ആ സഭാ പരിപാലനത്തെക്കുറിച്ചുള്ള ഉപദേശ സത്യം നമ്മൾക്ക് കാണാം. നോക്കിയേ, 21-ാം അധ്യായം ഒന്നെടുത്താട്ട് അവിടെ സഭാ പരിപാലനത്തെക്കുറിച്ച് പത്രോസിന് കർത്താവ് ക്ലാസ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കർത്താവ് പത്രോസിനെ ചുമതലപ്പെടുത്തുന്നു. നോക്കിയേ, 21-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങളാണ് കർത്താവ് ശീമോൻ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നത്. അതിൽ 15-ാം വാക്യം നോക്കിയേ. ഒന്നാമത് പറയുന്നത് അല്ലല്ല, അതിന്റെ ഒടുവിലത്തെ വാചകം എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 16-ാം വാക്യത്തിന്റെ ഒടുവിൽ നോക്കിയേ, എൻ്റെ ആടുകളെ പാലിക്കുക. കുഞ്ഞാടുകളെ പാലിക്കണം, എൻ്റെ ആടുകളെ പാലിക്കുക. പിന്നീട് കർത്താവ് മൂന്നാമതും അവനോട് പറയുന്നു, 17-ാം വാക്യം ഒടുവിലത്തെ വാചകം, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ ആടുകളെ മേയ്ക്കുക. ആടുകളെ മേയ്ക്കുക. ഇത് ഗ്രീക്ക് ഭാഷയിൽ 3 പ്രയോഗങ്ങളാണ് കേട്ടോ. 3 പ്രയോഗങ്ങളാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മലയാളത്തിൽ അത് ഒരുപക്ഷെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കാം ആ വിവർത്തനം നേരെ ഗ്രീക്കിൽ നിന്നുള്ള വിവർത്തനം വരാൻ. ഒന്ന്, കുഞ്ഞാടുകളെ പാലിക്കണം. ആദ്യം പറയുന്നത് എൻ്റെ കുഞ്ഞാടുകളെ, ഫീഡ് മൈ ലാംസ്, കുഞ്ഞാടുകളെ പാലിക്കുക. രണ്ടാമത് കർത്താവ് പറയുന്നത് നോക്കണം, 16-ാം വാക്യത്തിൽ പറയുന്നത് ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ ആടുകളെ പാലിക്കുക. മൂന്നാമതും മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ആടുകളെ പാലിക്കുക. ഇത് 3 രീതിയിലാണ് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. 1, കുഞ്ഞാടുകളെ പാലിക്കുക. 2, പെണ്ണാടുകളെ പാലിക്കുക. 3, ആടുകളെ പാലിക്കുക. ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ദൈവസഭയെ സംബന്ധിച്ചുള്ള പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ഈ ക്ലാസ്സിൽ ഇതെത്രമാത്രം പ്രസക്തമാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ യൂട്യൂബിലും മറ്റും ശ്രദ്ധിക്കുന്നവർ, ക്ലാസ്സിലുള്ളവർക്കും വേണ്ടി പ്രയോജനമായി തീരേണ്ടതിന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ചിലരെ സഭയുടെ പരിപാലകരായിട്ട് നിയമിച്ചിട്ടുണ്ട്. പത്രോസിനെ കർത്താവ് ആ പരിപാലന ശുശ്രൂഷ ഏൽപ്പിക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ നല്ലൊരു പങ്ക് സഭാവിഭാഗങ്ങൾക്കും, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, സഭാവിഭാഗങ്ങൾക്കും ഈ പാസ്റ്ററൽ മിനിസ്ട്രി ഇടയ ശുശ്രൂഷയെക്കുറിച്ച് പരിജ്ഞാനവുമില്ല. 2, ഇടയ ശുശ്രൂഷ ചെയ്യുന്നും ഇല്ല. ഇടയന്മാരെ കുറിച്ചുള്ള
പഠനം ഇപ്പോൾ ഈ സുവിശേഷത്തിൽ അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. ഒടുവിൽ ഒരു സൂചനയുള്ളൂ. ലേഖനങ്ങളിലാണ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ പഠനങ്ങളുള്ളത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ പഠനം എന്ന് പറയുന്ന 5 ക്ലാസ്സുകളായി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചത്. ഇതിനിടയ്ക്ക് ഉള്ളിലെ പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേവലം മുഖവുര മാത്രമല്ല, ഇതിൻ്റെ ആന്തരിക പഠനവും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും വിഷമിക്കേണ്ട. ഇൻട്രൊഡക്ഷൻ തന്നെ 5 ക്ലാസ്സായി. ഇനിയിപ്പോൾ അത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ എന്തോ ചെയ്യുമെന്ന് ആരും ഇപ്പോഴേ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. കുറെ കൂടെ കഴിഞ്ഞിട്ടൊക്കെ വിഷമിക്കുകയാണെങ്കിൽ വിഷമിച്ചാൽ മതി. ഇതിനകത്ത് ആന്തരിക വിഷയങ്ങൾ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ നിയമത്തിലെ ഒരു ദൈവവൈതലിന് അനിവാര്യമായ എല്ലാ ആത്മീക സത്യങ്ങളും പ്രതിപാദിക്കുന്ന ഈ സുവിശേഷത്തിനായി സ്തോത്രം. നിരന്തരമായി ഇത് നമ്മൾക്ക് പഠിക്കാൻ കഴിയട്ടെ. ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പ്രയോജനകരമായി തീരട്ടെ. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ.